ആമസോൺ, മൈക്രോസോഫ്റ്റ്, സെയിൽസ്ഫോഴ്സ് അങ്ങനെ സകലമാന ടെക് കമ്പനീസിൻ്റെ ഒരു സ്ഥലമാണ് വാഷിങ്ടൺ. അതും എസ്പെഷ്യലി സിയാറ്റിൽ. ഇങ്ങനെയുള്ള ഈ സ്ഥലത്തെ കൂടുതലും വർക്ക് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യൻസാണ്. അപ്പോൾ ഇവിടെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഇല്ലാണ്ടിരിക്കുമോ? അങ്ങനെ ഇന്ന് ഞാൻ ഷോപ്പിങ്ങിന് പോകുന്ന ഇന്ത്യൻ സ്റ്റോറിലാണ്. നമുക്ക് അവിടെ മാത്രം കിട്ടുന്ന കുറച്ച് ചപ്പാത്തി, തേങ്ങാപ്പാൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുണ്ട്. ഇതെല്ലാം വാങ്ങാൻ വേണ്ടിയാണ് ഇന്നത്തെ എൻ്റെ യാത്ര. നമ്മളിന്ന് ഇന്ത്യൻ സ്റ്റോറിലാണ് പോകുന്നത്. കടയുടെ പേര് തന്നെ നമ്മുടെ ഇന്ത്യൻ നെയിമാണ്, മയൂരി. അപ്പം മയൂരി പോയി ചപ്പാത്തി മേടിക്കണം, തേങ്ങാപ്പാൽ വാങ്ങണം, തൈര് വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഇന്ന് അവിടെ ഞാൻ വാങ്ങുന്നത്. അപ്പോൾ പോകാം. നിപ്പിലാണ് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്. ഇന്നലെ ഇവിടെ പൊരിഞ്ഞ് ചൂടായിരുന്നു. ഇന്നിപ്പോൾ ഇത് ചെറിയ തണുപ്പുമായി, മഴയായി, ചെറിയ ഡ്രിസ്ലിങ്ങും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു ജാക്കറ്റൊക്കെ ഇട്ടില്ലെങ്കിൽ നമുക്ക് നടക്കാനൊക്കെ കുറച്ച് ഡിസ്കംഫർട്ടായിരിക്കും. വഴിയുടെ രണ്ട് സൈഡിലും ഇത് പൂക്കളിങ്ങനെ നിറച്ച് പൂത്ത് നിൽക്കുകയാണ്, വാരി വിതറിയ പോലെ. വഴിയിലേ ഇങ്ങനെ വലിയ വണ്ടികൾ കാണാം കേട്ടോ. ഭയങ്കര നീളമാണ് ഇതിന്. ഇത് രണ്ടെണ്ണം ഒരുമിച്ചാണ് പോകുന്നത്. എന്തോ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കുള്ള സാധനങ്ങളും കൂടെ പോകുന്നതെന്ന് തോന്നുന്നു കേട്ടോ. അതിനുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ്. എത്ര ടയറാണ് ഈ വണ്ടിക്കെന്ന്. ഇതാണ് നമ്മുടെ മയൂരി. ഞാൻ അതിൻ്റെ ഫ്രണ്ടിലെത്തി. ഇനി നമുക്ക് മയൂരിയുടെ അകത്തേക്ക് കയറാം. അകത്തേക്ക് കയറുമ്പോൾ തന്നെ കാണുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ടി വിയിലാണെങ്കിൽ കംപ്ലീറ്റ് ഇന്ത്യൻ സോങ്സാണ് പ്ലേ ചെയ്യുന്നത്. കൂടെ വരുന്നവർക്ക് കടയ്ക്കകത്തോട്ട് കയറാൻ താല്പര്യമില്ലെങ്കിലേ ഇവിടെ ഇരിക്കാനായിട്ട് നല്ലൊരു ലോഞ്ചും ഉണ്ട്. അകത്തോട്ട് കയറുമ്പം തന്നെ ബ്രാസിൻ്റെ സാധനങ്ങളാണ് കാണുന്നത്. നമ്മുടെ ഇന്ത്യൻ തനിമ വിളിച്ചോതുന്നവ. നമ്മുടെ ഇന്ത്യയിലെ ഒരു കടയിൽ ചെന്ന പോലെ തന്നെ സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇൻക്ലൂഡിങ് പാവയ്ക്ക വരെയുണ്ട്. ഇത് പാവയ്ക്കയാണ്. ഇതേ ഫ്രോസൺ പാവയ്ക്കയാണ്. ഇവിടെ മറ്റൊരു സംഭവമുണ്ട്. ഇതാണ്ട് നമ്മുടെ സ്വന്തം ചക്ക. ഇത് ഫ്രോസൺ ആണ്. ഇനി എത്ര $1 എന്നുള്ളതാണ് ഇനി അടുത്ത് നോക്കണ്ടേ. ഇതാകെ ഉള്ളത് 312 ഗ്രാമാണ്. വിലയാണെങ്കിലോ $3.99, ഏതാണ്ട് $4. അതായത് 312-ന് $4, ഏതാണ്ട് ഒരു 350-400 രൂപ അടുപ്പിച്ച് വരും ഈ 3 ഗ്രാം ചക്കയ്ക്ക്. എൻ്റെ അമ്മേ, ഇതെല്ലാം അരിയുടെ ഏരിയയാണ്. ഏതരി വേണം? പൊന്നേരി വേണം, പവിഴം വേണോ, എല്ലാം കിട്ടും. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സകല അരികളും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ വന്ന് താമസിക്കുന്നവരെ നാട്ടിൽ നിന്ന് ചപ്പാത്തിപ്പലയും ഒന്നും കൊണ്ടുവരണ്ട. ഇവിടെ തന്നെ ഉണ്ടല്ല ചപ്പാത്തിപ്പലയൊക്കെ ഇവിടെ തന്നെ കിട്ടും. ഒന്നും ഇനി നാട്ടിൽ നിന്ന് കൊണ്ടുവരണ്ട. സകല സാധനങ്ങളും ഉണ്ട്. ബേൽപൂരി, പാനിപൂരി അങ്ങനെയൊക്കെ സകല നോർത്ത് ഇന്ത്യൻ ഡിഷസും ഇവിടെ നല്ല കണ്ടെയ്നറിൽ സീൽഡായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ അന്വേഷിച്ചു വന്ന സാധനം. ഇത് നമ്മുടെ ചപ്പാത്തി തന്നെയാണ് കേട്ടോ. അപ്പം ഇങ്ങനത്തെ 1-2 എണ്ണം എനിക്ക് വേണം. ഫ്രോസൺ അപ്പറ്റൈറ്റേഴ്സിൻ്റെ ഒരു വലിയ ഏരിയ തന്നെയാണ്. ഇതെല്ലാം നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോയി ജസ്റ്റ് ഒന്ന് മൈക്രോവേവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബേക്ക് ചെയ്താൽ മതി. സ്നാക്സിന് ഇത് നല്ല ഓപ്ഷനാണ് കേട്ടോ. പുട്ടുപൊടി വേണോ? ബ്രൗൺ പുട്ടുമുണ്ട്, വൈറ്റ് പുട്ടുമുണ്ട്. ഇതെന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ സ്വന്തം ഏത്തയ്ക്കാപ്പം. ഫ്രോസൺ ആണ്, റെഡി ടു ഈറ്റ് ആണ്, ഫുള്ളി കുക്ക്ഡ് ആണെന്നാണ് പറയുന്നത്. വെറും 450 ഗ്രാമേ ഇതിനകത്തുള്ളൂ കേട്ടോ. ഏത്തയ്ക്കാപ്പത്തിൻ്റെ വിലയോ ഇത്രയും, $4.99. ഇനി വരുമ്പോഴേ നാട്ടിൽ നിന്ന് സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട. ഇങ്ങനെയുള്ള സ്റ്റോറുകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്. ഇത് പനീറാണ്. നമുക്കൊരു പനീർ കൂടി എടുത്തേക്കാം. ഇത് ഗാർലിക് നാണ്. ഇത് നമുക്ക് മൈക്രോവേവ് വെച്ച് ചൂടാക്കിയാൽ മതി, റെഡി ടു ഈറ്റ്. ഇതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന സാധനം.
തേങ്ങാപ്പാൽ. മുറുക്ക്, നമ്മുടെ സകല സാധനങ്ങളുണ്ട് കേട്ടോ. സ്പൈസി ചന്ന വരെ ഉണ്ട്. പീനട്ട്സ്, അവിടുത്തെ സെയിം മാഗി നൂഡിൽസ് ഇവിടെയുണ്ട്. ഇതെല്ലാം കപ്പലണ്ടി മുട്ടായി കേട്ടോ. ഇതിനകത്ത് മുന്തിരിങ്ങ വരെ ഇട്ട കപ്പലണ്ടി മുട്ടായി. അപ്പോൾ ഇത് നമുക്ക് നേരത്തേക്കാം. അച്ചാറുകൾ ഏത് വേണമെങ്കിലും ഇവിടെ ഉണ്ട്. സകല അച്ചാറും ഉണ്ട്. ഇത് ചക്ക ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നു. ഒരു ചക്ക തന്നെ പല സ്ലൈസാക്കി വെച്ചിരിക്കുകയാണ്. ഇത്രയും ചക്കയ്ക്ക് പോലും $1.99 $. കപ്പയുണ്ട് കേട്ടോ. കപ്പ ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടി വെള്ളം അടിച്ചു വെച്ചിരിക്കുകയാണ്. സകലമാന പച്ചക്കറികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ കിട്ടുന്നേക്കാളും നല്ലത്. നമ്മുടെ ദോശമാവ് ഇരിക്കുന്നു. അങ്ങനെ ഞാൻ ഒരു ദോശമാവും എടുക്കുകയാണ്. ഇതിനോട് ചേർന്ന് നല്ലൊരു ഇന്ത്യൻ കഫേയും ഉണ്ട്. എല്ലാവരും ഇവിടെ വന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. ഒരു ചെറിയ ബേക്കറി തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലെ ഷോപ്പിംഗ് കഴിഞ്ഞു. ഒരു ബാഗ് നിറയെ സാധനമായിട്ട് ഞാൻ ഇനി തിരിച്ചു പോവാം. അതായത് നമ്മൾ നാട്ടിൽ നിന്നൊന്നും ഇങ്ങ് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഇവിടെ തന്നെ കിട്ടും. ഇന്നിവിടെ തീരെ ചൂടില്ല, അതുകൊണ്ട് നടക്കാൻ നല്ല സുഖം. പിന്നെ അത് മാത്രമല്ല, റോഡിൻ്റെ എല്ലാ സൈഡിലും മരങ്ങളാണ്, അതുകൊണ്ട് നല്ല തണലുമുണ്ട്. ഇവിടുള്ള എല്ലാ കെട്ടിടങ്ങളുടെയും ഭിത്തി ഇങ്ങനെ തടി വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ ക്ലൈമറ്റ് തണുപ്പാണല്ലോ, അതൊരു കാര്യം. പിന്നെ ഇവർക്ക് പെട്ടെന്ന് കിട്ടാൻ അവൈലബിൾ ആയിട്ടുള്ള സോഴ്സും തടിയാണ്. കാരണം ഇത് വാഷിങ്ടൺ എന്ന് പറഞ്ഞാൽ എമറാൾഡ് സിറ്റി ആണല്ലോ. അപ്പോൾ നിറയെ മരങ്ങളും കുന്നുകളും അരുവികളും ഒക്കെയാണ്. ഇതിവിടുത്തെ ഒരു പള്ളിയാണ്. ഈ പള്ളിയുടെ ഫ്രണ്ട് വശം മാത്രം കല്ല് വെച്ചുണ്ടാക്കിയിരിക്കുക, ബാക്കി മുഴുവനും തടി തന്നെയാണ്. ഇതാണ് നമ്മൾ കണ്ട ആ പള്ളി. ഇതിൻ്റെ മുൻവശം മാത്രമേ ഉള്ളൂ കേട്ടോ കല്ല്. ഇതൊരു ട്രാഫിക് സിഗ്നലാണ്. ഇവിടെ ട്രാഫിക് പോലീസൊന്നുമില്ല. ഈ ഉള്ള ട്രാഫിക് ലൈറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇറ്റ്സ് ഓൾ അൺസെഡ് റൂൾസ് ആണ്. എല്ലാവരും അത് ഒബേ ചെയ്യുന്നു കേട്ടോ. വരിയായിട്ട് വണ്ടികൾ വന്ന് നിൽക്കുന്നു. എനിക്ക് നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യണം, അതുകൊണ്ട് ഇതിൽ പ്രസ് ചെയ്യണം. ഇനി ഞാൻ വെയിറ്റ് ചെയ്യണം. എനിക്ക് പോകാറാവുമ്പോഴേ അപ്പുറത്തുള്ള ഈ കൈപ്പത്തി വെള്ളയാകും. പിന്നെ ഇവിടെ ഒരു ചൂളംവിളിയും കേൾക്കും, എന്നോട് പൊയ്ക്കൊള്ളാൻ പറയുന്നതാ. എന്നത്തെ പോലെ തന്നെ റോഡിൽ നടക്കാനേ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഇതേ വണ്ടിയിൽ ചീറിപ്പാഞ്ഞാ പോന്നെ. നാട്ടിലെ പോലെ തന്നെ നല്ല മസാല ദോശയും ഗീ റോസ്റ്റും ഒക്കെ കഴിക്കണമെങ്കിൽ ഇതേ ഇവിടെ ദോശ ഹൗസും ഉണ്ട്. പ്യുവർ വെജിറ്റേറിയൻ ആണ് ഇവിടെ. ഇവിടെ വണ്ടി തട്ടിയിട്ട് ആളുകൾ ആരും മരിക്കില്ല. കാരണം ആൾക്കാർക്ക് നടക്കാനുള്ള വാക്ക് വേ ഇതാണ്. പിന്നെ ഇത് തൊട്ടടുത്ത് പാരലായിട്ട് തന്നെ 4 വീലേഴ്സിനുള്ള വഴിയുണ്ട്. അപ്പം നടക്കാനുള്ളവർക്കൊക്കെ ഇത് തന്നെ ഉപയോഗിക്കാം. അതും വഴിയുടെ 2 സൈഡും നിറച്ച് ചെടികളാട്ടോ. മുക്കിന് ഇങ്ങനൊരു പോസ്റ്റും ഉണ്ട്. അവിടെ പ്ലാസ്റ്റിക് കവറുണ്ട്. പിന്നൊരു ഹോളുള്ള ഡസ്റ്റ്ബിന്നും ഉണ്ട്. ഇതെല്ലാം നമ്മുടെ പട്ടികൾക്കുള്ള സൗകര്യമാണ്. എല്ലാം സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. എന്ത് ചെയ്യണമെന്ന് ഇതിനകത്തെല്ലാം എഴുതിയിട്ടുമുണ്ട്. പിന്നെ ഇവിടെ നടക്കാൻ വരുന്ന എല്ലാവരുടെയും കയ്യിൽ ഇങ്ങനെ ഒരാൾ കാണുമല്ലോ. ഈ വാക്ക് വേയും
ഈ ഗാർഡനും ഈ റോഡും ഒക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ്. സമയാസമയം വന്ന് മരങ്ങൾ വെട്ടും, ചെടികൾ ട്രിം ചെയ്യും, എല്ലാം അതിൻ്റെ സമയത്ത് തന്നെ നടത്തും. അതുകൊണ്ടാണ് ഇത്ര ഭംഗിക്ക് ഇതെല്ലാം നിൽക്കുന്നത്. ഈ കാർ കണ്ടോ, ഇത് ഡ്രൈവർ ഇല്ലാത്ത കാറാണ്. ഈ സൈക്കിൾ ഉപയോഗിക്കുന്നവരെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. ബാലൻസ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തിരിച്ചെത്തി, ഇനി ഗേറ്റ് തുറക്കണം. യെസ്,